തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി പി വി അൻവർ നൽകിയ നാമനിർദ്ദേശ പത്രിക തള്ളി അൻവറിന് സ്വതന്ത്രനായി മത്സരിക്കാനുള്ള പത്രിക സ്വീകരിച്ചിട്ടുണ്ട്. തൃണമൂൽ കോൺഗ്രസ് കത്ത് നൽകാൻ വൈകിയതാണ് അൻവറിന് തിരിച്ചടിയായത്. വിജ്ഞാപനം വന്ന് 3 ദിവസത്തിനകം കത്ത് നൽകണമെന്നാണ് ചട്ടം. സൂക്ഷ്മ പരിശോധന പൂർത്തിയായപ്പോൾ 14 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത്. 7 പേരുടെ നാമനിർദ്ദേശ പത്രിക സൂക്ഷ്മ പരിശോധനയിലാണ് തള്ളിയത്. ഡി ബിനോയ് ഉണ്ട് വിവരങ്ങളുമായി. ബിനോയ്, ഇപ്പോൾ അവിടെ ഏകദേശം ആ കളമൊന്ന് ഒരുങ്ങി 14 സ്ഥാനാർത്ഥികളിലേക്ക് എത്തിയിരിക്കുന്നു. ഒപ്പം തന്നെ ഈ ഒരു പി വി അൻവറിന്റെ തള്ളിയ പത്രിക പുനഃസ്ഥാപിക്കാനുള്ള നടപടികളൊക്കെ നടക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അത് പിന്നെയും പുനഃസ്ഥാപിക്കാൻ സാധിക്കുമോ? എങ്ങനെയാണ്, സ്വതന്ത്രനായി തന്നെ മത്സരിക്കേണ്ടി വരുമോ പി വി അൻവർ? പി വി അൻവർ ക്ലൈമാക്സ് വരെ നാടകീയത കാത്തു സൂക്ഷിക്കുന്ന ഒരു രാഷ്ട്രീയക്കാരനാണെന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും. അത്തരത്തിൽ ഈ പത്രികാ സമർപ്പണത്തിൻ്റെ കാര്യത്തിലും പത്രികയുടെ സ്ക്രൂട്ടണി സമയത്തുമൊക്കെ ഒരു നാടകീയത നിലനിൽക്കുന്നു. യഥാർത്ഥ വശം എന്താണെന്ന് ഇതുവരെ അൻവറും വെളിപ്പെടുത്തിയിട്ടില്ല. എന്നാൽ സാങ്കേതികപരമായി ഒരു ദേശീയ പാർട്ടി അല്ലാത്ത ഒരു പാർട്ടിക്ക് വേണ്ടി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന വേളയിൽ ആ നിയമസഭാ മണ്ഡലത്തിലുള്ള 10 പേർ അതിനകത്ത് സാക്ഷി ഒപ്പിടണം എന്നുള്ളതാണ് അതിൻ്റെ നിയമം. എന്നാൽ ഇവിടെ ഒരാൾ മാത്രമാണ് ഒപ്പിട്ടിട്ടുള്ളതെന്നും അതുകൊണ്ടാണ് പത്രിക തള്ളുന്നതെന്നുമാണ് പറയപ്പെടുന്നത്. എന്നാൽ അതിനെ ന്യായീകരിക്കുവാൻ ഒരു ശ്രമം പി വി അൻവർ നടത്തിയിരിക്കുന്നു. അതാണ് പറഞ്ഞത്, ഈ പത്രിക തള്ളിയിട്ടില്ല, അത് പിടിച്ചു വച്ചിരിക്കുകയാണ്. പാർട്ടിയുടെ കൽക്കട്ടയിലുള്ള പാർട്ടി ദേശീയ ഓഫീസിലേക്ക് ഇതുമായി ബന്ധപ്പെട്ട ഫാക്സ് സന്ദേശം അയച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ മറുപടി കിട്ടിയതിന് ശേഷം മാത്രമേ പത്രിക തള്ളുകയോ കൊള്ളുകയോ ചെയ്യുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കുകയുള്ളൂ എന്ന് പറയുന്നു. തൊട്ടു പിന്നാലെ തന്നെ അദ്ദേഹം പറയുന്നു, ഈ പത്രികയിൽ, അതായത് തൃണമൂൽ കോൺഗ്രസിൻ്റെ പേരിൽ സമർപ്പിച്ച പത്രികയിൽ തെറ്റുകൾ ഉണ്ട്, അല്ലെങ്കിൽ ചില എന്തെങ്കിലും തരത്തിൽ പിശകുകളുണ്ടോ എന്നുള്ള കാര്യത്തിലൊരു സംശയമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് തന്നെ മറ്റൊരു പത്രിക കൂടി സമർപ്പിച്ചതെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. ഇതിൻ്റെ അർത്ഥം എല്ലായിടത്തും ഒരു നാടകീയത, അതാണ് അത്തരത്തിലൊരു നാടകീയത സൃഷ്ടിക്കാൻ തന്നെയാണ് പി വി അൻവർ ശ്രമിച്ചിട്ടുള്ളതും. ഇനി പത്രിക പിൻവലിക്കുന്നതിന് നാളെയും മറ്റന്നാളും 2 ദിവസങ്ങൾ കൂടി ബാക്കി നിൽപ്പുണ്ട്. ഇതിനിടയിൽ എന്തൊക്കെ നാടകീയത സംഭവിക്കും എന്നുള്ളത് നമുക്ക് പറയാനാകില്ല. എന്തായാലും പി വി അൻവറിന് വേണ്ടി UDFൻ്റെ വാതിലുകൾ ഇനി തുറക്കത്തില്ല എന്ന് വളരെ അസന്നിഗ്ധമായിട്ട് KPCC അധ്യക്ഷൻ വരെ പറഞ്ഞു കഴിഞ്ഞ സാഹചര്യത്തിൽ ഇനിയുള്ള ദിവസങ്ങൾ അൻവറിനെ സംബന്ധിച്ചിടത്തോളം ഏത് തരത്തിലുള്ള പ്രവർത്തനമായിരിക്കും നടക്കുക, എന്തൊക്കെയായിരിക്കും എന്നുള്ളത് അത് നമുക്ക് നിലമ്പൂരിൽ കണ്ടറിയാൻ കഴിയും. എന്തായാലും ഒരു തൃണമൂൽ കോൺഗ്രസ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കണം എന്നുള്ളതും അതോടൊപ്പം തന്നെ പ്രതിരോധ മുന്നണി എന്ന് പറഞ്ഞ മുന്നണിക്ക് രൂപം നൽകിക്കൊണ്ട് കേരളത്തിൽ ആസകലം ഒരു ചലനം സൃഷ്ടിക്കണമെന്നുമൊക്കെ പി വി അൻവർ ആഗ്രഹിച്ചിരുന്നെങ്കിൽ ആദ്യഘട്ടത്തിൽ തന്നെ അത് തിരിച്ചടി സംഭവിച്ചിരിക്കുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയും. കാരണം ഇനി മനഃപൂർവ്വമായി പിശക് വരുത്തിയതാണോ അതോ അബദ്ധത്തിൽ പറ്റിയതാണോ? സ്വാഭാവികമായിട്ടും അൻവറിനെ സംബന്ധിച്ചിടത്തോളം 3-4 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ച് പരിചയമുള്ള ഒരാളാണ്. അങ്ങനെയുള്ള ആൾക്ക് ഇതെങ്ങനെ തെറ്റ് സംഭവിക്കും? അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ചുള്ള ചർച്ചകളും വിലയിരുത്തലുകളും ഒക്കെ ഭാവി ദിവസങ്ങളിൽ ഉണ്ടാവാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. ഒരു കാര്യം ഉറപ്പാണ്, മത്സര രംഗത്ത് പി വി അൻവർ ഉണ്ടാകും എന്നുള്ളത് ഏകദേശം ധാരണയായി കഴിഞ്ഞിരിക്കുന്നു. കാരണം ഇനി മറ്റു മുന്നണികളിലേക്ക് പോകാനുള്ള സാധ്യതകൾ അടഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. LDFിലേക്ക് പോകാൻ പറ്റില്ല. പിന്നീട് സാധ്യത ഉണ്ടായിരുന്നത് UDFിലായിരുന്നു. പക്ഷേ UDFിൻ്റെ സ്ഥാനാർത്ഥിയായ ആര്യാടൻ ഷൗക്കത്തിനെതിരെയും ഒപ്പം പ്രതിപക്ഷ നേതാവിനെതിരെയും വലിയ തരത്തിൽ വിവാദ പരാമർശങ്ങൾ നടത്തിയതോടുകൂടി തന്നെ അത്തരം ഒരു അധ്യായം പൂർണ്ണമായും അടഞ്ഞു എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഇനി സ്വതന്ത്രനായി മത്സരിക്കുകയാണെങ്കിൽ അദ്ദേഹം ഉപയോഗിക്കുന്ന തന്ത്രങ്ങൾ എന്തായിരിക്കാം? അതിൻ്റെ ഒരു തന്ത്രം ഇന്നലെ തന്നെ പറഞ്ഞു കഴിഞ്ഞു. പല ആളുകളുടെയും ഇടതുപക്ഷത്തെയും ഐക്യ ജനാധിപത്യ മുന്നണിയുടെയൊക്കെ ഒപ്പം നിൽക്കുന്ന ചില ആളുകളുടെയൊക്കെ അഴിമതി കഥകൾ തൻ്റെ പക്കലുണ്ട്, രേഖകൾ സഹിതം ഉണ്ട്, ആ ടെലിഫോൺ സംഭാഷണങ്ങളുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ കവലകളിൽ ടെലിവിഷനിലൂടെ പ്രചരിപ്പിക്കും, അല്ലെങ്കിൽ ടെലിവിഷനിലൂടെ പ്രദർശിപ്പിക്കും എന്നൊക്കെ പറഞ്ഞിരുന്നു. അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പ്രത്യേകിച്ചും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിനെതിരെയാണ് ഇത്തരത്തിൽ ഒരു പരാമർശം മുന്നോട്ട് ഉന്നയിച്ചത്. നവകേരള യാത്രയുമായി ബന്ധപ്പെട്ടൊക്കെ കരാറുകാരിൽ നിന്നും വലിയ തരത്തിൽ പൈസ പിരിച്ചു എന്നുള്ള ആരോപണങ്ങളൊക്കെ ഉയർന്നു വന്നിരുന്നു. എന്തായാലും ഇനിയുള്ള ദിവസങ്ങൾ മത്സരരംഗത്ത് തീപ്പാറും. അൻവർ ഒരു കല്ലുകടിയായി ഉണ്ടാകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. കാരണം മലയോര മേഖലയിലും 1-2 പഞ്ചായത്തുകളിലുമൊക്കെ അൻവറിന് കുറച്ച് ആൾബലമുള്ള ഒരു മേഖലകളൊക്കെ ഉണ്ട്. പോത്തുകല്ല് പോലുള്ള പഞ്ചായത്തിലൊക്കെ അവിടെയൊക്കെ തന്നെ അദ്ദേഹം പ്രചരണ രംഗത്ത് സജീവമായി ഉണ്ടാവുകയും വലിയ തരത്തിൽ വോട്ട് മറിക്കാൻ ശ്രമം നടത്തുകയും ചെയ്യും. എന്നാൽ UDFിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇതൊരു അൻവർ ഒരു വെല്ലുവിളിയല്ല എന്നുള്ള ഒരു അഭിപ്രായം പറയുന്നു. LDFും അതുതന്നെയാണ് പറയുന്നത്. കാളിദാസ്.
തീർച്ചയായും ബിനോയ്, എന്തായാലും നാടകീയ നീക്കങ്ങളാണ് PV അൻവറിന്റെ ഭാഗത്തു നിന്നും വരുന്നത്. എന്തായാലും ബിനോയ് പറഞ്ഞ ആ ചോദ്യം അത്രത്തോളം പ്രസക്തമാണ്. കാരണം 2 തവണ അല്ലെങ്കിൽ ഇതിനു മുമ്പ് മത്സരിച്ചിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് ഇത്രയും പോകുന്ന ഒരു ശ്രദ്ധയില്ലായ്മ അൻവറിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമോ എന്നുള്ളതൊക്കെയാണ് ഇപ്പോഴും വരുന്ന ചോദ്യം. പല ഭാഗങ്ങളിലും അത്തരത്തിൽ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. നമുക്ക് ഈ വാർത്തയിലേക്ക് തന്നെ കൂടുതൽ പുരോഗതി സംഭവിക്കുന്നതിനനുസരിച്ച് തിരിച്ചെത്താം. ഡി ബിനോയ് ആണ് വിവരങ്ങൾ നൽകിയത്.